നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഭാഷയിൽ സംസാരിക്കുക, എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുകയെന്ന് കോൺഗ്രസ് എംപിമാർക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി. അതോടൊപ്പം മാർച്ച് 10 ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിൽ അവരുടെ ഹാജർ കർശനമായി നിരീക്ഷിക്കുമെന്ന് രാഹുൽ പറഞ്ഞതായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. സെഷന്റെ ആദ്യ പാദം ഹ്രസ്വകാലമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റേത് മൃദു സമീപനമായിരുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കി. മുതിർന്ന കോൺഗ്രസ് എംപിമാരായ KC വേണുഗോപാൽ, മാണിക്യം ടാഗോർ, ഗൗരവ് ഗൊഗോയ്, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ പങ്കെടുത്ത ലോക്സഭയിൽ നടന്ന കോൺഗ്രസ് എംപിമാരുടെ യോഗത്തിലാണ് പരാമർശം. ആദ്യ പാദത്തിൽ സംസാരിക്കാത്ത പലർക്കും സംസാരിക്കാൻ അവസരം ലഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടുള്ള നന്ദി പ്രമേയ ചർച്ചയിലും ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ചയിലും 27 എംപിമാർ പങ്കെടുത്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രസംഗിക്കാൻ എംപിമാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. എംപിമാർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന് രാഹുൽ പറഞ്ഞതായി വൃത്തങ്ങൾ അറിയിച്ചു. എംപിമാർക്ക് അവരുടെ സൗകര്യാർത്ഥം സംസാരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശീതകാല സമ്മേളനത്തിൽ ഭരണഘടനയെക്കുറിച്ചുള്ള രണ്ടാം ദിവസത്തെ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്ന എംപിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ പാർട്ടിയുടെ പാർലമെന്ററി മാനേജർമാർക്ക് രാഹുൽ നിർദ്ദേശം നൽകിയതായി വൃത്തങ്ങൾ അറിയിച്ചു.